പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശിൽ ഒരാൾ അറസ്റ്റിൽ. ഷഹ്സാദ് എന്നയാളെയാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ പോലീസ് ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIക്ക് ഇയാൾ നിർണായക വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി തവണ ഇയാൾ പാകിസ്ഥാനിലേക്ക് യാത്രകൾ നടത്തിയെന്നും തുണിത്തരങ്ങളും മറ്റും കടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ മറവിലായിരുന്നു ഇയാൾ ചാരപ്രവൃത്തി നടത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ISI ഏജന്റുമാർക്ക് പണവും ഇന്ത്യൻ സിം കാർഡുകളും ഇയാൾ നൽകിയിട്ടുണ്ട്. തന്റെ പ്രദേശത്തെ നിരവധി പേരെ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യാൻ ഇയാൾ നിർബന്ധിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. യൂട്യൂബറായ ജ്യോതി മൽഹോത്ര അടക്കം 6 പേരെ അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ മാത്രമാകുമ്പോഴാണ് ഷഹ്സാദിന്റെയും അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇവർ പാകിസ്ഥാൻ ഇന്റലിജൻസിന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ട്രാവൽ വിത്ത് ജോ എന്നാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. 2023 ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും അവിടെ വെച്ച് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ബന്ധം സ്ഥാപിച്ചതായും റിപ്പോർട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഡാനിഷിനെ 2025 മെയ് 13 പദവിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകൾക്ക് ജ്യോതിയെ ഡാനിഷ് പരിചയപ്പെടുത്തിയതായും കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവായ പ്രതിരോധ വിവരങ്ങളിലേക്ക് ജ്യോതിക്ക് നേരിട്ട് പ്രവേശനമില്ലായിരുന്നുവെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ കാലഘട്ടത്തിൽ പാകിസ്ഥാനി ഇന്റലിജൻസ് ഓഫീസർമാരുമായി അവർ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. ഇന്ത്യ പേഴ്സണ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനി ഇന്റലിജൻസ് ഓഫീസർമാരുമായി ജ്യോതി മൽഹോത്ര നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും SP സ്ഥിരീകരിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.